മലയാള സിനിമയിൽ ഒരു കാലത്ത് മാദക സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഉണ്ണിമേരി. ഉണ്ണിമേരി ഒരു തരംഗം തന്നെയായിരുന്നു മലയാളത്തിൽ. ഉണ്ണിമേരിയുടെ തുടകളും മാറിട വലിപ്പവും ഒക്കെ ചർച്ച ചെയ്തിരുന്നു മലയാളികൾ ഒരു കാലത്ത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഉണ്ണിമേരി തിളങ്ങി. തമിഴിൽ ദീപ എന്ന പേരിലാണ് നടി അറിയപ്പെട്ടത്. കമൽഹാസൻ്റെയൊക്കെ നായികയായി മാറി ഉണ്ണിമേരി. ഉണ്ണിമേരി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കഥയാണ് പറയുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ണിമേരി ഇറങ്ങി. ഉണ്ണിമേരിയും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള ബന്ധമാണ് ഉണ്ണിമേരിയെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ തമിഴ്നാട്ടിൽ ദീപ എന്ന ഉണ്ണിമേരി രാഷ്ട്രീയ വേദികളിൽ സജീവമായി. തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് നൽകാമെന്ന് രാജീവ് ഗാന്ധി ഉറപ്പും നൽകി. പക്ഷേ പെരുമ്പഴുതൂറിൽ ഉണ്ടായ അപകടം ദീപയുടെ അല്ലെങ്കിൽ ഉണ്ണിമേരിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. രാജീവ് ഗാന്ധി മരണപ്പെട്ടതോടെ കോൺഗ്രസ്സുകാർ ഉണ്ണിമേരിയെ തഴഞ്ഞു, ദീപയെ തഴഞ്ഞു. ഇതോടുകൂടി ഉണ്ണിമേരി തമിഴിലെ സിനിമാഭിനയം നിർത്തി മലയാളത്തിലേക്ക് തിരിച്ചു വന്നു. രാഷ്ട്രീയ ജീവിതവും അവസാനിപ്പിച്ചു ഉണ്ണിമേരി പിന്നീട് മലയാളത്തിൽ കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പതിയെ അമ്മ വേഷങ്ങളിലേക്ക് മാറേണ്ട അവസ്ഥ അവർക്ക് വന്നു. പിന്നീട് അവർ യേശുവിൻ്റെ മണവാട്ടിയായി മാറി. യേശുവിൻ്റെ മണവാട്ടി എന്നാൽ യേശുവിൻ്റെ ഭക്തയായി മാറി. സാധാരണ ജീവിതം നയിച്ചു. ഒരു കാലത്തെ മാദക സൗന്ദര്യമൊന്നും അവർക്ക് ഇല്ലായിരുന്നു. പിന്നീട് അവർ അവരുടെ ജീവിതം യേശുവിൽ സമർപ്പിച്ചു. അവർ യേശുവിൻ്റെ വാഴ്ത്തുപാട്ടുമായി വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ണിമേരിക്ക് നൽകിയ ആഘാതം ചെറുതല്ലായിരുന്നു. രാജീവ് ഗാന്ധിയും ഉണ്ണിമേരിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെ അക്കാലത്ത് വാർത്തകൾ പരന്നിരുന്നു. ആ വാർത്തകൾ നിഷേധിക്കാൻ രാജീവോ ഉണ്ണിമേരിയോ തയ്യാറായില്ല. എന്തായാലും രാജീവ് ഗാന്ധിക്ക് ഉണ്ണിമേരിയെ രാഷ്ട്രീയത്തിൽ ഇറക്കണമെന്നും രാഷ്ട്രീയത്തിൽ സജീവമാക്കി നിർത്തണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ വരുമ്പോഴൊക്കെ ഉണ്ണിമേരിയുമായി ബന്ധപ്പെടുകയും ഉണ്ണിമേരിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സുദീർഘമായ ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരുപക്ഷെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദീപ എന്ന ഉണ്ണിമേരി തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയക്കാരിയായി മാറുമായിരുന്നു. പക്ഷേ വിധി അതിന് ഉണ്ണിമേരിയെ അനുവദിച്ചില്ല. രാജീവ് ഗാന്ധി പോയതോടെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ണിമേരിയെ നിഷ്കരുണം തഴഞ്ഞു. ഉണ്ണിമേരിക്ക് ഒരുപാട് വേദനയുണ്ടായി. ഉണ്ണിമേരി പല വിവാദങ്ങളും മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പല നടന്മാരെയും ചേർത്ത് ഉണ്ണിമേരിയെക്കുറിച്ചുള്ള കഥകൾ ഗോസിപ്പുകളായി ഇറങ്ങിയിട്ടുണ്ട്. MG സോമനും ഉണ്ണിമേരിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെ ഗോസിപ്പുകൾ ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു. അതൊക്കെ ഉണ്ണിമേരി ചിരിച്ചുകൊണ്ട് തന്നെ തരണം ചെയ്തു. പിന്നീട് കാണാമറയത്ത് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഉണ്ണിമേരി ആത്മഹത്യക്ക് ശ്രമിച്ചത് വലിയ വിവാദമായി മാറി. ആത്മഹത്യ ചെയ്യാൻ തക്ക എന്ത് പ്രോബ്ലമാണ് ഉണ്ണിമേരിക്ക് ഉള്ളതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരവസ്ഥ വരെ എത്തി. രാജീവ് ഗാന്ധി പോയതിനു ശേഷം വളരെ ദുഃഖിതയായിരുന്നു ഉണ്ണിമേരി എന്നത് യാഥാർത്ഥ്യം. അവർ തമിഴ് സിനിമ ഉപേക്ഷിച്ച് മലയാളത്തിലേക്ക് വരാൻ കാരണം തന്നെ രാജീവ് ഗാന്ധിയുടെ വധമാണ്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഉണ്ണിമേരിക്ക് രാജീവ് ഗാന്ധി.